ഫൈനലി അവസാനം 4-5 ദിവസത്തെ എൻ്റെ എന്താ പറയുക സ്ഥിരമായിട്ട് പറഞ്ഞ് ലാസ്റ്റ് ഇവർ സംഭവിച്ചു. പാനിപ്പൂരി കഴിക്കാം വേണ്ടോ? മുക്കിട്ട് വരാം. അടിച്ചോ ഷെമു കമോൺ. സുറു മാഷാ അടി ചൂടുള്ള നല്ല സുഖസുന്ദരമായിട്ട് അടിപൊളി. ഇവിടുത്തെ ആ വെള്ളത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അത്. മൈൻഡ് ലാംഗ്വേജ് വ്ളോഗിലിടണ്ട എന്നല്ലേ ഒത്താറില്ല. ഫറൂമാൻ്റെ ഉമ്മ ഫറൂൻ്റെ ഉമ്മ വീട്ടിലെ സാധനം. ഈ വെള്ളം എല്ലാരും കാണണം കൈ. ഈ വെള്ളത്തിലാണ് വേറൊന്നും തന്നാൻ പറ്റില്ലടാ. ഇത് വലുതാടാ. അയ്യോ ഓക്കെ. എടാ സത്യസന്ധമായിട്ട് പറ, ഇവിടെ തന്നെ ടേസ്റ്റ് നാട്ടിലത്തെ ടേസ്റ്റ് ഞാൻ പറയട്ടെ. എനിക്കിവിടുത്തെ ഇഷ്ടമായില്ല. ഇവിടെ പുളിവെള്ളം തന്നെ മറ്റേ പുളി കളിക്ക് തന്നോലുണ്ട്. മറ്റേതായിട്ട് പാനിപ്പൂരി ആകുമ്പോൾ മറ്റേ ഇതില്ലടാ മലിച്ചപ്പൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. മലിച്ചപ്പല്ല എന്താ പറയുക പൊതിരിയാ. ഇത് പുളിവെള്ളം ഇഷ്ടമായിട്ട് രസമുണ്ട്. നീറ്റ് സാധനം അല്ല. മറ്റേ പൂരി നല്ല ക്രിസ്പിയാണ്. വളരെ നല്ല തണുപ്പുള്ളതുകൊണ്ട് വേറെ തന്നെ ഒരു ഫീൽ. എനിക്ക് എങ്ങനെയാ തോന്നിയാ മനസ്സിലല്ലേ? ഇല്ല ഇവിടുത്തെ വേറെ സാധനം അത് ഓക്കെ. ഇനിയിപ്പോൾ ബാക്കി ഇതിന് അവസ്ഥ എന്താ പറയുക അടുത്ത് എന്ത് സംഭവിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. അത് നാളെ ആകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മളെ പാനിപ്പൂരി. ചുമക്കുണ്ട്, ക്യാരറ്റൊക്കെ ഉണ്ട്. അടിപൊളി 50 റുപ്യയുള്ളൂ. മധുരം കുറവാ, നല്ല രസമുണ്ട്. മധുരം നല്ല രസമുണ്ട്. ആദ്യം ഇത് കുടിച്ചോ, ലാസ്റ്റ് അത് തിന്നാ മതി. ഫറു ടേസ്റ്റ് പറയാനുണ്ട്. बहुत अच्छा है. अरे इതും बहुत अच्छा है. കുടിച്ചോക്ക്. ഇത് വന്ന് ഗീൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ 100 രൂപയ്ക്ക് ലാഭമല്ലേ? മറ്റേ 80 രൂപയ്ക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂ. ഇതിന് 100 ഗ്ലാസ് ഒക്കെ ഇത് ഇത്ര തന്നെ ചെറിയ പറ്റുള്ളൂ ലാഭം. ഇത് ഷോപ്പിൽ വരുന്ന അതിഥി സ്വീറ്റ്സ്. ഇത് സ്വീറ്റ്സിന്റെ നീ തിരിഞ്ഞു നോക്കി എവിടെ എന്തൊക്കെ സ്വീറ്റ്സ് നോക്കിയാ അങ്ങോട്ട് തിരി തിരിഞ്ഞോ ചെറിയ ആവശ്യമുള്ളൂ. തലതിരിക്ക് പിന്നെ വാങ്ങി തരില്ല. തലതിരി പറൂ അങ്ങോട്ട് കഴിയും വാങ്ങാം. ഓ ഇതൊക്കെ രസഗുള. ഈ കപ്പിലെല്ലാം നീ വാങ്ങാം. ഓടിയിട്ട് വാങ്ങാം. കേക്കും ഉണ്ട് കേട്ടാ. നോക്കാം അതിൻ്റെ ചുമക്കുണ്ട്, ക്യാരറ്റൊക്കെ ഉണ്ട്. അടിപൊളി 50 റുപ്യയുള്ളൂ. മധുരം കുറവാ, നല്ല രസമുണ്ട്. മധുരം നല്ല രസമുണ്ട്. ആദ്യം ഇത് കുടിച്ചോ, ലാസ്റ്റ് അത് തിന്നാ മതി. ഫറു ടേസ്റ്റ് പറയാനുണ്ട്. बहुत अच्छा है. अरे ഇതും बहुत अच्छा है. കുടിച്ചോക്ക്. ഇത് വന്ന് ഗീൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ 100 രൂപയ്ക്ക് ലാഭമല്ലേ? മറ്റേ 80 രൂപയ്ക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂ. ഇതിന് 100 ഗ്ലാസ് ഒക്കെ ഇത് ഇത്ര തന്നെ ചെറിയ പറ്റുള്ളൂ ലാഭം. ഇത് ഷോപ്പിൽ വരുന്ന അതിഥി സ്വീറ്റ്സ്. ഇത് സ്വീറ്റ്സിന്റെ നീ തിരിഞ്ഞു നോക്കി എവിടെ എന്തൊക്കെ സ്വീറ്റ്സ് നോക്കിയാ അങ്ങോട്ട് തിരി തിരിഞ്ഞോ ചെറിയ ആവശ്യമുള്ളൂ. തലതിരിക്ക് പിന്നെ വാങ്ങി തരില്ല. തലതിരി പറൂ അങ്ങോട്ട് കഴിയും വാങ്ങാം. ഓ ഇതൊക്കെ രസഗുള. ഈ കപ്പിലെല്ലാം നീ വാങ്ങാം. ഓടിയിട്ട് വാങ്ങാം. കേക്കും ഉണ്ട് കേട്ടാ. നോക്കാം അതിൻ്റെ നോക്കാം. നല്ല മിൽക്ക് കേക്ക് രസഗുള. ഈ ഫറൂൻ്റെ എക്സ്പ്രഷൻ നോക്കാം. ഫറു കേക്ക് കൂട്ടി ചൗമീൻ വന്നിട്ട് ചൗമീനോ ഫറു ഇതെന്തെങ്കിലും സാധനം അറിയോ? ആ ചൗമീൻ വന്നു. മോനെ എന്ത് സാധനം ഇതാണ് ചൗമീൻ. നമുക്ക് ഫോട്ടോ കണ്ടോ? ചൗമീൻ ഹാഫല്ലേ? എത്ര 70 റുപ്പീസ് അല്ലേ? 75 റുപ്പീസ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതെല്ലാം കാലിയായി.
നല്ല മിൽക്ക് കേക്കും രസഗുളയും ഉണ്ട്. ആ ഒരു തന്നെയല്ലേ ഇതിന്റെ കൂടെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അമ്മോ ചൗമീൻ എങ്ങനെ നോക്ക്. ആ ഓയിലിന്റെ എനിക്ക് തീരെ പിടിക്കാത്ത ഇങ്ങനെ. പിന്നെ ഇത് നല്ലോണം ഇവര് ആ ഇതിടുന്നുണ്ടല്ലേ. എന്താണ് സംഭവം? ഇവിടെ എന്താ കളിക്കുന്നേ നിലത്തിലാക്കിയിട്ട്? പറ എങ്ങനെയുണ്ട് ചൗമീൻ? അയാൾ നോക്കുന്നതാണ്. എങ്ങനെയുണ്ട്? നല്ലുണ്ട്. നല്ലുണ്ട്. അടിപൊളി. അപ്പോൾ അടുത്തത് നമ്മൾ മണാലി വന്നിട്ട് ഇതുവരെ ഫ്രൈഡ് മോമോസ് കഴിച്ചിട്ടില്ല. ഇത് പറഞ്ഞല്ലേ വെച്ചല്ലേ? വെജ് ഫ്രൈഡ് മോമോസ് ട്രൈ ചെയ്യാം. റിഫൈൻഡ് ഓയിലിൽ പിടിക്കുന്നതോ? അടിപൊളിയാ. ഓക്കെ അടിപൊളി ഒന്നല്ല. ഓക്കെ ചൂട് ഭയങ്കര ഫുള്ള് കഴിക്കാൻ പറ്റുന്നില്ല. പിടിക്കാം. എന്താണ് അവസ്ഥ? നേരത്തെ ഒന്ന് കഴിച്ചാൽ ഇത് തന്നെ വെജിന്റെ. രാത്രി ഒന്ന് പഞ്ഞീർ കഴിച്ചത് ഫ്രൈഡ് ആയതുകൊണ്ട് ഒരു സുഖം ഉണ്ടോ? രാവിലെ കഴിച്ചില്ല. ഫില്ലിങ് ചെയ്യുമ്പോൾ ഫ്രൈഡ് ആയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചൂടുണ്ടല്ലേ? ഓക്കെ ഗൈസ്, ഞാനൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ ഫ്രൈഡ് മോമോസ് ആയി. നാട്ടില് 250-300 രൂപ കിലോ. കാക്കപ്പഴം എന്തിന്? ക്രോ ഫ്രൂട്ട്. ക്രൗ അല്ല ക്രോ. കാക്ക ക്രോ. കൗ ഫ്രൂട്ട്. പശുപ്പഴം. അടിപൊളി. ഇല്ലല്ലേ പറ ക്രോ ഫ്രൂട്ട്. ഗൈസ് അപ്പൊ നമ്മളിതാ പുതിയൊരു സാധനം വാങ്ങിയത് വെറൈറ്റി. എന്താണ് പറു ഇംഗ്ലീഷില്? കൗ അല്ല ക്രോ ഫ്രൂട്ട്. ഓക്കെ അപ്പൊ ക്രോ ഫ്രൂട്ട് അത് കടിച്ചൊക്കെ ടേസ്റ്റ്. ഇവിടെ ടേസ്റ്റ് നോക്കാലോ. നാട്ടില് 300. ഇവിടെ കേടുണ്ടെങ്കിൽ വായന പുഴു ഇല്ലേ? വെറുതെ തന്നെ കളിച്ച പച്ചയാ പക്ക ടേസ്റ്റുണ്ടോ? ഇവിടെ കാണിക്ക് ഇതിൽ കാണിക്ക്. നല്ല മണടാ. ഇനി ഞാൻ ടേസ്റ്റ് നോക്കാം. ഓക്കെ ഗൈസ് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ക്ഷമ തിന്നാത്ത സാധനല്ലേ? തക്കാളി പ്ലമ്മിന്റെ വേറെ സാധനം ഹെൽത്തിയാണ്. ഇങ്ങനത്തെ വായിക്കുന്ന എടാ ഒന്നുമില്ല ചെറുക്കം കടിച്ച് രസണ്ടാ? പുളി. അപ്പോൾ നമ്മളെ സ്ട്രീറ്റ് ഫുഡിൽ ഈ ഒരു സാധനം കൂടി ആഡ് ചെയ്യാൻ കാണിച്ചു. ഓക്കെ നാട്ടിൽ എന്തായാലും കിട്ടും. കുറച്ച് പൈസ കൊടുത്താണ് നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യുക. ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ സ്ട്രീറ്റ് ഫുഡ് സീരീസിൽ ചിക്കൻ ഉണ്ട് ഇവിടെ. നമ്മളല്ല ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. 250 ഗ്രാമിന് 250 ചിക്കന്. ഫിഷല്ലോ ഫിഷാറുണ്ട് അത് ചിക്കനാണ്. ഇത് പറഞ്ഞ് പിന്നെ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് റൊട്ടി ഉണ്ട്. ഒരു 10 രൂപ തരാം. ഒരു റൊട്ടിയും. ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഷമു സ്റ്റാർട്ടായി. ഷമു ചെയ്യാം അങ്ങനെ. ഓക്കെ ഓക്കെ ഫോട്ടോ എടുക്കാനുണ്ടോ നോക്കാൻ മതി. ഓക്കെ ഗൈസ് ഇതാണ് നമ്മൾ ചിക്കൻ. ചമ്മുജി ടേസ്റ്റ് നോക്ക്. അപ്പോൾ ഒരു ഐറ്റം കൂടി എത്തി. ഫിഷ് ഇത് കുത്താത്തോടാ അല്ല ദൂരം. ഫിഷായി ചിക്കനായി.
ഇതാണ് നമ്മളെ ഫിഷ്. നോക്കാം നമുക്ക് ഇതിന് എങ്ങനെയുണ്ട് ടേസ്റ്റ്. ഷെമ്പു എന്നാൽ തുടങ്ങടാ, സ്റ്റാർട്ടേ. ഈ ചിക്കൻ എടുത്ത് ഒരു പീസ് എടുത്ത് ചിക്കൻ ടേസ്റ്റ് നോക്കാം. ആ ചിക്കൻ എല്ലാ പീസ് എടുക്കും. ഇതെടുത്തു ഫ്രൈഡ് ചിക്കൻ രസമുണ്ട്. അടിപൊളിയാ മോനെ, നോക്കട്ടെ നോക്കട്ടെ ചെറിയ കേൾക്കുന്നുണ്ട്. സത്യോ പക്ഷേ അടിപൊളി. അതാണ് നോക്ക് സത്യം വെറുതാ ഇതൊന്ന് കടിച്ചിട്ട് നീ പറ. നമ്മള് അടിച്ചോ എന്നെ അടിച്ചു വന്നോ? KFC നിന്ന് അതേ ടേസ്റ്റ്. സെയിം അങ്ങനെ അതാ ക്രിസ്പി ഭാഗം കടിക്കുക, ക്രിസ്പി ഭാഗം കടിക്കുക. അത് ഈ ഭാഗം കടിക്കുക, കടിക്കുക, അത് കടിക്കുക. അങ്ങനുണ്ട് അല്ലല്ലേ? ഇനി ഫിഷ് അടി ഫിഷാണ് എനിക്ക് പേടി. നീ നോക്ക് ടേസ്റ്റ് ഒക്കെ ഒന്നുള്ളി കൊണ്ടടിക്കില്ലല്ലോ. നെയ്യ് പോലത്തെ ഫിഷാട്ടോ. മറ്റേ മീനാ ഈ മീനില്ല, അലിയുന്നേ. അതല്ല അലിയുന്നല്ലത്. രസമുണ്ടാ? വേറെ തന്നെ ടേസ്റ്റ്. വേറെ തന്നെ രസമുണ്ട്. കുഴപ്പമില്ല. നീ കഴിച്ചു നോക്കിയാ? ഞാൻ പീസ് എടുത്ത് തരാം. കുഴപ്പമില്ല. ഇതാ നെയ്മീനില്ലേ മോശം പറയാൻ പറ്റില്ല. ഞാനും ഒന്ന് മീൻ ടേസ്റ്റ് നോക്കട്ടെ. അങ്ങനെ നമ്മളെ കടൽ മീൻ കൂടുതൽ ഇതില് ചട്നിയുടെ കൂടി വന്നിട്ടുണ്ട്. നല്ല നൈസ് ഫ്രഷ് വാട്ടർ ഓക്കെ ഗൈസ്. രണ്ടും അടിപൊളി. ഇതിൽ ഏറ്റവും കൂടുതൽ സെറ്റ് ചിക്കനാണ്. ഫിഷ് മോശമില്ല. ഓക്കെ.